ദൈവത്തിന് സ്തുതി. ഹല്ലേലൂയ. 6-ാം സങ്കീർത്തനത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. എല്ലാ ദിവസവും തന്നെ ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു സങ്കീർത്തനമാണ് 6. ഈ സങ്കീർത്തനം മുഴുവനും എൻ്റെ ഹൃദയത്തിൽ ഞാൻ സൂക്ഷിക്കുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു സങ്കീർത്തനമാണ് 6. 7 ലെമൻറ്റേഷൻസ് സങ്കീർത്തനങ്ങളാണ് സങ്കീർത്തനങ്ങളിലുള്ളത്. ഈ അനുതാപ സങ്കീർത്തനങ്ങളിൽ ഒന്നാമത്തേതാണ് 6-ാം സങ്കീർത്തനം. ദാവീദ് മഹാരാജാവ് ഏതവസരത്തിലാണ് ഈ സങ്കീർത്തനം വിരചിച്ചത് എന്ന് കൃത്യമായിട്ട് പറയുവാനായിട്ട് കഴിയുന്നില്ല. യേശുവിൻ്റെ വരവിന് 2000 വർഷങ്ങൾക്ക് മുമ്പ് രചിക്കപ്പെട്ടതാണ് പല സങ്കീർത്തനങ്ങളും. ദാവീദ് ഈ സങ്കീർത്തനം പാടുന്നത് ഇപ്രകാരമാണ്. മലയാളത്തിൽ എൻ്റെ അടുക്കൽ വന്നിരുന്ന 100 കണക്കിന് രോഗികൾക്ക് ഈ സങ്കീർത്തനം ഞാൻ ചൊല്ലും. അവരോടൊപ്പം ഇരുന്നാണ് ചൊല്ലുന്നത്. ചിലരോട് 50 പ്രാവശ്യം ചൊല്ലാൻ പറയും, ചിലരോട് 100 പ്രാവശ്യം ചൊല്ലാൻ പറയും. ഇങ്ങനെ രോഗികളായി കഴിയുന്നവരോട്, ശക്തമായ രോഗത്തിൽ കഴിയുന്നവരോട് പറഞ്ഞിരുന്ന ഒരു സങ്കീർത്തനമാണ് 6-ാം സങ്കീർത്തനം. ദാവീദിൻ്റെ ജീവിതത്തിൽ ഒരു പാപത്തിൻ്റെ അവസരത്തിലായിരിക്കാം ദാവീദ് ഈ സങ്കീർത്തനം എഴുതുന്നത്. ദാവീദ് ശാരീരികമായും മാനസികമായും വ്യതകൾ അനുഭവിക്കുന്ന അവസരത്തിൽ ദൈവത്തെ ഒരു പിതാവായി കണ്ടുകൊണ്ട്, യാഹുവയെ ഒരു പിതാവായി കണ്ടുകൊണ്ട്, അദോനായിയെ ഒരു ദൈവമായി കണ്ടുകൊണ്ട് ചൊല്ലുന്ന സങ്കീർത്തനമാണ് 6. 10 വചനങ്ങളുള്ള ഈ സങ്കീർത്തനങ്ങളിൽ 7 പ്രാവശ്യം ഓ ലോഡ് ലോഡ്, ഓ ലോഡ് എന്ന 4 പ്രാവശ്യവും ലോഡ് എന്ന് 3 പ്രാവശ്യവും പറയുന്നുണ്ട്. ഓ അദോനായി, ഓ അദോനായി. ഹീബ്രുവിൽ യാഹുവേ എന്ന് എഴുതിയിട്ട് ആരും ആ ബൈബിൾ വായിക്കുന്നവർ യാഹുവേ എന്നല്ല അദോനായി എന്നാണ് വായിച്ചിരുന്നത്. യാഹുവേ എന്നുള്ള പേര് പറയുവാൻ പോലും ഭയപ്പെട്ടിരുന്ന ജനമായിരുന്നു യഹൂദ ജനത. അതുകൊണ്ടാണ് ഹീബ്രു ഭാഷയിൽ നമ്മൾ വായിക്കുമ്പോൾ യാഹുവേ അദോനായി, അല്ലേലൂയത്ത് അദോനായി കോൾ ഗയീം ശുഭു ഹൂമീം എന്നാണ്. അല്ലേലൂയത്ത് അദോനായി കോൾ ഗയീം ഹൂമീം എന്ന് പറയാം. അല്ലേലൂയത്ത് അദോനായി, അദോനായി യാഹുവേ എന്നാണ് പറഞ്ഞിരുന്നത്. ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുവാനായിട്ട് പറഞ്ഞിരിക്കുന്ന ആ രോഗികൾക്ക് വേണ്ടി, പ്രത്യേകിച്ച് മാനസികവും ശാരീരികവുമായ രോഗികളായി കിടക്കുന്നവർക്ക് വേണ്ടി ഞാൻ മലയാളത്തിൽ ആ സങ്കീർത്തനം എൻ്റെ ഹൃദയത്തിൽ നിന്നും എടുത്ത്, വചനമാകുന്ന ഈ വിത്ത് നിങ്ങളുടെ ഹൃദയമാകുന്ന വയലിലേക്ക് ഞാൻ വിതയ്ക്കുകയാണ്. തീർച്ചയായും ഈ വചനം കേൾക്കുന്ന നിങ്ങളുടെ ഹൃദയമാകുന്ന വയലുകളിൽ 100 മേനി ഫലം പുറപ്പെടുവിക്കുന്നവരുണ്ടാകാം, 60 മേനി ഫലം പുറപ്പെടുവിക്കുന്നവരുണ്ടാകാം, 30 മേനി ഫലം പുറപ്പെടുവിക്കുന്നവരുണ്ടാകാം. ചില വിത്തുകൾ വഴിയരികിൽ വന്നു അത് പക്ഷികൾ വന്ന് തിന്നുപോകും. ചിലത് മുള്ളുകളുടെ ഇടയിൽ വന്ന് വീണു പോകും, അത് ഞെരുക്കിക്കളയും. ഈ സങ്കീർത്തനം ഇസ്രായേൽ ജനത പെസഹ വ്യാഴത്തിന് മുമ്പുള്ള ബുധനാഴ്ചയാണ് വായിച്ചിരുന്നത്, പ്രാർത്ഥിച്ചിരുന്നത്. ആ 7 സങ്കീർത്തനങ്ങളിൽ ഒന്നാമത് ചൊല്ലുന്ന സങ്കീർത്തനമാണ്. ക്രൈസ്തവർ യേശുവിൻ്റെ കാലഘട്ടത്തിന് ശേഷം പെസഹ വ്യാഴാഴ്ച തലേ ദിവസം ബുധനാഴ്ച എല്ലാ പ്രാർത്ഥനകളിലും ഉൾപ്പെടുത്തിയിരുന്നതാണ് ഈ 6-ാം സങ്കീർത്തനം. ആ സങ്കീർത്തനം ഇങ്ങനെയാണ് ആവർത്തിക്കുന്നത്. കർത്താവേ, കോപത്തോടെ എന്നോട് ശകാരിക്കരുതേ,
ക്രോധത്തോടെ എന്നെ ശിക്ഷിക്കരുതേ. കർത്താവെ, ഞാൻ തളർന്നിരിക്കുന്നു, എന്നോട് കരുണ തോന്നണമേ. എൻ്റെ അസ്ഥികൾ ഇളകിയിരിക്കുന്നു, എന്നെ സുഖപ്പെടുത്താൻ വരണമേ. എൻ്റെ ആത്മാവ് അത്യന്തം അസ്വസ്ഥമായിരിക്കുന്നു. കർത്താവെ, എത്ര നാൾ? എൻ്റെ ജീവൻ രക്ഷിക്കാൻ വരണമേ. കരഞ്ഞു കരഞ്ഞു ഞാൻ തളർന്നു. കണ്ണുനീരുകൊണ്ട് എൻ്റെ തലയിണ കുതിർന്നു. കണ്ണുനീരുകൊണ്ട് എൻ്റെ കിടക്ക നനഞ്ഞു. അധർമ്മികളെ, എന്നിൽ നിന്ന് മാറിപ്പോകുവിൻ. കർത്താവ് എൻ്റെ യാചന ശ്രവിച്ചിരിക്കുന്നു. കർത്താവ് എൻ്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ എന്നാണ് പറയുന്നത്. ഈ സങ്കീർത്തനത്തിലെ 1-ാമത്തെ വചനം എപ്രകാരമാണ് പറയുന്നത്? കർത്താവെ, കോപത്തോടെ എന്നെ ശകാരിക്കരുതേ. അപ്പൊ യാഹ്വേ, നീ എന്നോട് കോപത്തോടെ ശകാരിക്കരുതേ. യാഹ്വേ എന്ന് പറയുന്നത് ദാവീദിനെ സംബന്ധിച്ച് ഒരു പിതാവാണ്. നല്ല പിതാവായ ദൈവമേ, നീ എന്നോട് കോപിക്കരുത്. നീ നല്ലവനാണ്, എന്നോട് കോപിക്കരുത്. ഏതോ തരത്തിലുള്ള പാപങ്ങൾ തൻ്റെ ജീവിതത്തിൽ വന്നുപോയിട്ടുണ്ട്. അനുതാപത്തോടെ യാഹ്വയുടെ മുമ്പിൽ ദാവീദ് അപേക്ഷിക്കുകയാണ്. ഇംഗ്ലീഷിൽ ഇപ്രകാരമാണ് വായിക്കുന്നത്: ഓ ലോർഡ്, ഡു നോട്ട് റെബ്യൂക്ക് മീ ഇൻ യുവർ ആങ്കർ. ഓ ലോർഡ്, ഡു നോട്ട് റെബ്യൂക്ക് മീ ഇൻ യുവർ ആങ്കർ. ദേഷ്യത്തിൽ എന്നോട് നീ ഇടപെടരുതേ. ഡു നോട്ട് റെബ്യൂക്ക് മീ. ഈ സങ്കീർത്തനത്തിൻ്റെ ആരംഭത്തിൽ ഇതിനു മുമ്പ് എഴുതി വച്ചിരിക്കുന്ന ഒരു വചനമുണ്ട്. അതായത്, ഈ സങ്കീർത്തനം 8 സ്ട്രിങ്സ് ഉള്ള ഹാർപ്പ് ഉപയോഗിച്ചുകൊണ്ട്, സംഗീത ഉപകരണം ഉപയോഗിച്ചുകൊണ്ട് ദാവീദ് പാടിയിരുന്നതാണ്. 8 എണ്ണമാണ് അതിനകത്ത് ഉപയോഗിക്കുന്നത്. ആ 8 സ്ട്രിങ്സ് ഉള്ള ആ സംഗീത ഉപകരണം വായിക്കണമെങ്കിൽ അത്ര സംഗീതത്തിൽ നൈപുണ്യമുള്ള ഒരു മനുഷ്യനാണ്. ആ നൈപുണ്യത്തിൽ നിന്നും യഹോവയുടെ മുമ്പിൽ ചെന്ന് നിന്നുകൊണ്ട് അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്: ഓ ലോർഡ്, ഡു നോട്ട് റെബ്യൂക്ക് മീ. എന്നെ കുറ്റപ്പെടുത്തരുതേ, എന്നെ ശകാരിക്കരുതേ, എന്നെ വഴക്കു പറയരുതേ എന്നാണ് നിന്റെ ദേഷ്യത്തില്. പിതാവ് നമ്മളോട് കോപിക്കാറുണ്ട്, നമ്മുടെ അപ്പച്ചൻ നമ്മളോട് കോപിക്കാറുണ്ട്. അതുപോലെ യാഹ്വേ, എൻ്റെ ആവേ, നീ എന്നോട് ദേഷ്യപ്പെടരുത് എന്ന് പറയുകയാണ്. 2-ാമത്തെ വാക്ക് പറയാം: ഡിസിപ്ലിൻ മീ ഇൻ യുവർ റാത്ത്. ദേഷ്യത്തോടെ എന്നെ ഡിസിപ്ലിൻ പഠിപ്പിക്കരുത്. കാരണം പറയുന്നുണ്ട് ഇതിനു ശേഷം: ഞാൻ ആത്മീകമായിട്ട് സൈക്കോളജിക്കലി ആൻഡ് ഫിസിക്കലി വീക്കാണ്. അതുകൊണ്ടാണ് യാഹ്വയുടെ മുമ്പിൽ ദാവീദ് ഈ വചനം ചൊല്ലുന്നത്. 2-ാമത്തെ വചനം പറയുകയാണ്: ഓ ഡിസിപ്ലിൻ മീ ഇൻ യുവർ റാത്ത്, ഓ ഗ്രേഷ്യസ് ടു മീ. കർത്താവേ, എന്നോട് കരുണയുണ്ടായിരിക്കണമേ. അപ്പൻ എത്രമാത്രം മകനോട് കരുണയുണ്ടോ അതുപോലെ നീയും എന്നോട് കരുണയുണ്ടാകണം. നീ എന്നെ കണക്കാക്കണം. യു ഗ്രേഷ്യസ് ടു മീ. അത്രയും കരുണയും ദാഹവും സ്നേഹവും ആണ് യാഹ്വയിൽ നിന്ന് ദാവീദ് പ്രതീക്ഷിക്കുന്നത്. ഓ ലോർഡ്, ഫോർ ഐ ആം ലാംഗ്വേഷിംഗ്. ഞാൻ വളരെയധികം തളർന്നു പോകുന്നു, എനിക്ക് രക്ഷപ്പെടാൻ മാർഗമില്ല. ഓ ലോർഡ്, ലാംഗ്വേഷിംഗ് മീ. ഓ ലോർഡ്, ഇവിടെ ദൈവമേ, നീ എന്നെ ചെയ്സ് ചെയ്യരുതേ എന്നുള്ളതാണ്. കർത്താവെ, നീ എന്നെ അനുതാപം യു ഡു നോട്ട് ഫോളോ മീ ലൈക്ക് എ ഹോണ്ട്. ഒരു വേട്ടപ്പെട്ടിയെ പോലെ എന്നെ അനുതാപനം ചെയ്യരുത്. നീ എന്നോട് സ്നേഹത്തോടെയാണ് പെരുമാറേണ്ടത്. ഞാൻ തകർന്നിരിക്കുന്ന, ഞാൻ ദുഃഖിക്കുന്ന, ഞാൻ രോഗിയായ ഒരു മനുഷ്യനാണ്. ഏറ്റവും സ്നേഹമുള്ളവരെ, ഈ സങ്കീർത്തനം പലപ്പോഴും ഞാൻ രോഗികളായി വന്ന ആളുകളോട് പറഞ്ഞിട്ടുണ്ട്. കൊല്ലത്തുനിന്ന് സിന്ധു എന്ന് പറയുന്ന മകള് വരികയാണ്. പ്രാർത്ഥിക്കാൻ വരുന്ന അവസരത്തിൽ അവൾ പറഞ്ഞു: അച്ഛാ, എൻ്റെ കാൽമുട്ട് മാറ്റിവെക്കണം. ആ മാറ്റിവെക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ 6-ാം സങ്കീർത്തനം നീ 1000 പ്രാവശ്യം ചൊല്ലുക. എന്നിട്ടൊരു പച്ചമരുന്ന് പറഞ്ഞു കൊടുത്തു. ഒരു കുഴമ്പ് അഗസ്ത്യാർ തൈലം നിന്റെ മുട്ടില് നീ എല്ലാ ദിവസവും പുരട്ടണം. ഈ സങ്കീർത്തനം 1000 പ്രാവശ്യം നീ ചൊല്ലിക്കഴിയുമ്പോൾ നിന്റെ ആ മുട്ട് ഓപ്പറേഷൻ ചെയ്യാതെ
കർത്താവ് ഇടപെടും. ഞാൻ ആ സഹോദരിക്ക് വേണ്ടി ഞാനും ചൊല്ലിക്കൊണ്ടിരുന്നു, ആ സഹോദരിയും ചൊല്ലിക്കൊണ്ടിരുന്നു. മരുന്നോ ലേപനമോ അല്ല, കർത്താവിൻ്റെ വചനം, കർത്താവിൻ്റെ വചനം നിങ്ങൾക്ക് സൗഖ്യം നൽകുകയാണ്. രണ്ടാമത്തെ വചനം പറയുകയാണ്, ഓ ലോർഡ് ഹീൽ മീ ഫോർ മൈ ബോൺസ് ആർ ഷേക്കിംഗ് വിത്ത് ടെറർ. കർത്താവെ, എൻ്റെ അസ്ഥികൾ ഇളകിയിരിക്കുന്നു. കർത്താവെ, എൻ്റെ അസ്ഥികൾ ഇളകിയിരിക്കുന്നു, എന്നെ സുഖപ്പെടുത്തണമേ എന്നാണ് പറയുന്നത്. എൻ്റെ അസ്ഥികൾ, മനുഷ്യ ശരീരത്തിൽ എത്രയോ അസ്ഥികളാണുള്ളത്. ഏത് അസ്ഥിയാണ് പൊട്ടിയിരിക്കുന്നതെന്ന് നമുക്കറിയില്ല. ആ പൊട്ടിയിരിക്കുന്ന അസ്ഥികൾ, മാറിയിരിക്കുന്ന അസ്ഥികൾ കർത്താവെ നീ സുഖപ്പെടുത്തണമേ. ഈ സിന്ധു എന്ന് പറയുന്ന മകളെ സൗഖ്യപ്പെടുത്തിയതുപോലെ പ്രിയമുള്ളവരെ 100 ആളുകളെ സൗഖ്യപ്പെടുത്തുന്ന ഒരു സന്ദേശ വചനമാണ് 6-ാം സങ്കീർത്തനം. ഞാൻ എല്ലാവരോടും പറയുന്ന ഒരു വചനമാണിത്. നിന്റെ നടുവേദന മാറാതിരിക്കുമ്പോൾ, നിന്റെ കൈകൾ ഒടിഞ്ഞു കിടക്കുമ്പോൾ, എൻ്റെ ഒരു സുഹൃത്ത് ഇപ്പോൾ ബൈക്ക് ആക്സിഡൻറ്റ് പറ്റി കാലിൻ്റെ മുട്ടിന് ശേഷം കണ്ണും കാലിൽ തിരിഞ്ഞു പോയിട്ട് ഇരിക്കുക. ആ മനുഷ്യൻ്റെ വീട്ടിൽ ചെന്ന് ഞാൻ പ്രാർത്ഥിച്ചത് ഈ സങ്കീർത്തനമാണ്. കർത്താവെ, കോപത്തോടെ എന്നെ ശകാരിക്കരുത്, ക്രോധത്തോടെ എന്നെ ശിക്ഷിക്കരുത്. കർത്താവെ, ഞാൻ തളർന്നിരിക്കുന്നു, എന്നോട് കരുണ തോന്നണമേ. എൻ്റെ അസ്ഥികൾ ഇളകിയിരിക്കുന്നു, എന്നെ സുഖപ്പെടുത്തണമേ. എൻ്റെ ആത്മാവ് അത്യന്തം അസ്വസ്ഥമായിരിക്കുന്നു. കർത്താവെ, എത്ര നാൾ എൻ്റെ ജീവൻ രക്ഷിക്കാൻ വരണമേ, എൻ്റെ ജീവൻ രക്ഷിക്കാൻ വരണമേ. അവിടുത്തെ കാരുണ്യത്താൽ മോചിപ്പിക്കണമേ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരു അപ്പൻ വന്ന് എന്നോട് പറയുക, അച്ഛാ, എൻ്റെ മകൻ്റെ കാലിൻ്റെ മുട്ടിന് താഴെയുള്ള എല്ലിൻ്റെ ഉള്ളിൽ ക്യാൻസറാണ്. പല ആശുപത്രികളും പോയി അവരെല്ലാം പറയുന്നത് കാലിൻ്റെ മുട്ടിൻ്റെ അടിയിൽ വെച്ച് മുറിച്ചു കളയണമെന്ന. അപ്പോൾ ഞാൻ ആ സഹോദരനോട് പറഞ്ഞു, സഹോദര, നീ ഒരു വചനം ചൊല്ലുക. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 17-ാം അധ്യായത്തിൽ 1-ാം വചനവും ഈ 6-ാം സങ്കീർത്തനവും എല്ലാ ദിവസവും ചൊല്ലുക. കർത്താവ് നിനക്ക് വേണ്ടി വഴിയൊരുക്കുന്നു. തിരുവനന്തപുരത്തുള്ള ക്യാൻസറിന് വലിയൊരു ആശുപത്രിയുണ്ട്. ആ RC ക്യാൻസർ സെന്ററിലേക്ക് ചൊല്ലുക. അവിടെ ചെന്ന് പരിശോധന കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, തീർച്ചയായിട്ടും കാലിൻ്റെ മുട്ടിന് താഴെ മുറിക്കണം, അതുപോലെ കണ്ണൻ കാലിന് മുകളിലായിട്ട് മുറിക്കണം. ആ എല്ലുകൾ മാത്രം എടുത്ത് ഇന്ന് റേഡിയേഷൻ നടത്തുന്ന ഒരു സ്ഥലം കേരളത്തിലുണ്ട്. അവിടെ കൊണ്ടുപോയി റേഡിയേഷൻ നടത്തിയാൽ ഈ കാല് സുഖപ്പെടും. അങ്ങനെ അമല ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെന്ന് ഈ മനുഷ്യൻ്റെ കാലിൻ്റെ മുട്ടിൻ്റെ അടിയിൽ വെച്ച് മുറിച്ചു, കണ്ണൻകാലിൻ്റെ മുകളിൽ വെച്ച് മറിച്ച് ആ അസ്ഥികൾ വേർപെടുത്തിയെടുത്തു. അതിനുശേഷം റേഡിയേഷൻ നടത്തി ആ എല്ലുകളെ വീണ്ടും പുനഃസ്ഥാപിച്ചു. അതാണ് ദൈവം ചെയ്യുന്നത്. അതാണ് ദൈവം ചെയ്യുന്നത്. പുനഃസ്ഥാപിച്ചെടുത്തു തരും നമുക്ക്. ആ കാലുകളൊക്കെ സുഖപ്പെട്ട് ഇന്ന് ആ മനുഷ്യൻ വിദേശത്ത് ജോലി ചെയ്യുകയാണ്. ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹത്തിൻ്റെ മുമ്പിൽ, ദൈവത്തിൻ്റെ കരുണയുടെ മുമ്പിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മുടെ ജീവിതത്തെ ഇടപെടും. ദൈവമേ നന്ദി, ദൈവമേ ആരാധന, ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വചനം കേൾക്കുന്ന കാലുകളിൽ ക്യാൻസറുള്ള, എല്ലുകളിൽ ക്യാൻസറുകളുള്ള മക്കളെ, എൻ്റെ ഈ പ്രാർത്ഥനയോടെ ചേരുക. കാരുണ്യവാനായ ദൈവമേ, ദാവീദ് രാജാവിന് അങ്ങ് നൽകിയ ആ മനോവിശ്വാസത്തോടെ ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കോപത്തോടെ എന്നെ ശകാരിക്കരുതേ. കർത്താവേ, കോപത്തോടെ എന്നെ ശകാരിക്കരുതേ. ക്രോധത്തോടെ എന്നെ ശിക്ഷിക്കരുതേ. കർത്താവെ, ഞാൻ തളർന്നിരിക്കുന്നു, എന്നോട് കരുണ തോന്നണമേ. എൻ്റെ അസ്ഥികൾ ഇളകിയിരിക്കുന്നു. കർത്താവെ, ആരെല്ലാം നട്ടെല്ലിന് ഓപ്പറേഷൻ പറഞ്ഞിരിക്കുന്നുവോ, കാലുകൾക്ക് ഓപ്പറേഷൻ പറഞ്ഞിരിക്കുന്നുവോ, അവരുടെയൊക്കെ ജീവിതത്തിലേക്ക് യേശുവേ നീ കടന്നു ചെല്ലുന്നതായിട്ട് ഈ അവസരത്തിൽ എൻ്റെ മനസ്സിൽ തോന്നുന്നല്ലോ. ഈ വചനം കേൾക്കുന്ന ആരുടെയെല്ലാം എല്ലുകൾ സംബന്ധമായ രോഗങ്ങളുണ്ടോ, മാനസികമായ ബുദ്ധിമുട്ടുകളുണ്ടോ, അവരെയൊക്കെ അങ്ങ് സുഖപ്പെടുത്തണമേ. നമുക്ക് കേൾക്കുന്നവരെ സാധിക്കുമെങ്കിൽ നിങ്ങളുടെ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ 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 അച്ഛനോടൊപ്പം സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവമേ നന്ദി, ദൈവമേ ആരാധന. എല്ല് സംബന്ധമായ രോഗങ്ങളുള്ള എല്ലാ മക്കളെയും കർത്താവേ അങ്ങയുടെ തിരുമുമ്പിലേക്ക് സമർപ്പിക്കുന്നു. ആ എല്ലുകൾക്ക് വീണ്ടും ശക്തി കൊടുക്കണമേ. അകന്നുപോയ നട്ടെല്ലുകളെ കൂട്ടി യോജിപ്പിക്കണമേ. മുട്ടുകൾ തെന്നിപ്പോയിരിക്കുന്ന മക്കളെ സുഖപ്പെടുത്തണമേ. കർത്താവേ നന്ദി, യേശുവേ നന്ദി. നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. May the Lord bless you in the Father
ആൻഡ് ദ സൺ ആൻഡ് ദ ഹോളി സ്പിരിറ്റ്. ഗോ ഇൻ പീസ്. സ്നേഹമുള്ളവരെ, സമാധാനത്തോടെ നിങ്ങൾ വീണ്ടും വീണ്ടും ഈ വചനം കേൾക്കുക. 6-ാം സങ്കീർത്തനം. ക്യാൻസർ ബാധിച്ചു കഴിയുന്ന മക്കള് 1000 പ്രാവശ്യം ചൊല്ലിയ ശേഷം അച്ഛനെ ഒന്ന് വിളിക്കാൻ പറ്റുമെങ്കിൽ വിളിക്കുക. നിങ്ങളെ ദൈവം ഇടപെടും, സുഖം നൽകും. വലിയ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് പറയുന്നത്. എൻ്റെ പേര് സണ്ണി പുൽപ്പറമ്പിൽ CMI അച്ഛനാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ്.